ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതെ ഹസ്മിൻകുട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഈ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മോനൊന്ന് വിളിച്ച് നോക്കി ആള് കണ്ട ഉറക്കം വലിയ ശരിയാക്കില്ല. അപ്പോൾ അർഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹസ്മിനോട് പറഞ്ഞിട്ട് വേണം പോവാൻ. പിന്നെ ഞാൻ ഈ ഷോപ്പിലേക്ക് പോകുമെന്ന് അവനോട് പറയണം കേട്ടോ, എങ്കിൽ മാത്രമേ ഓൻ കരയാതിരിക്കുള്ളൂ. അപ്പോൾ ദാ ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു വീഡിയോസ് കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ബ്രഹ്മി എന്താ പറയുക, തേനിൽ എത്ര 15 ദിവസത്തെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല കുട്ടികളുടെ ഓർമ്മശക്തിക്കും എല്ലാത്തിനും നല്ലതാണെന്നുള്ളൊരു ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ മോനക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ, തേനല്ലേ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇപ്പോൾ എന്താണ് അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിലാണ്, ഞാനൊരു 10-12 ഇഞ്ചോളം വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ അസ്മിക്ക് ഞാൻ സ്കൂളിലേക്കുള്ള യൂണിഫോമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ട അത്യാവശ്യം വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വെട്ടിയത്. ഞാൻ എത്രത്തോളം വേണം എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് മൂടിയിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഇതേ കട്ട് ചെയ്യണതിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതെ, ഞാൻ പെരുന്നാൾക്ക് എടുത്തത് ചുരിദാർ ബിറ്റാണ്. ഞാൻ മുന്നത്തെ ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോസിൽ കാണിച്ചിരുന്നു ഞാൻ എനിക്ക് ചുരിദാർ ബിറ്റാണ് എടുത്തത് എന്നുള്ളത്. നമ്മളുടെ കുറ്റിപ്പുറം കൈറയിൽ നിന്നാണ് ഞാൻ എടുത്തത്. 1700 രൂപയാണ് ബിറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് സാധാരണ നമ്മൾ ചുരിദാർ ബിറ്റിട്ട് ചുരിദാറല്ല തയ്ക്കാറ്, അപ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ കട്ട് ചെയ്തു. ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. മുന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, അപ്പോൾ അതുപോലെ തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതാ ഞാൻ ഇത് കണ്ട നമ്മളുടെ ഡീപ്പായിട്ടുള്ള വീനക്ക് കൊടുത്തിട്ട് അവിടെ ഒരു നേറിയ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അതുതന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വർക്ക്. ഇപ്പോൾ നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞ് സ്ലീവ് വെക്കാനുണ്ട്, പിന്നെ ഓൾട്രേഷനുണ്ട് കേട്ടോ. ആ പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെ അതിൻ്റെ ഇടയിൽ അസ്മി കൂട്ടാൻ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്നു. ഇതേ പെയിൻറ്റും പണിയിലാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആളൊരു കുറച്ച് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും. അപ്പോൾ ഞാൻ പെയിൻറ്റൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തോ നന്നുകാണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട, എങ്കിലേ എനിക്ക് എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനലി ഡ്രസ്സ്. ചുരിദാർ നല്ല അടിപൊളി ചുരിദാർ ബിറ്റായിട്ട് ഞാൻ അടിച്ചതാണ്. ഇങ്ങനെയുണ്ട് ഇതിൻ്റെ മോഡൽ വന്നിട്ട് കണ്ട. നെക്ക് അത്യാവശ്യം നെക്കിൽ വന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു ഇത് സ്ക്വയറിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് പറയുക, സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അതേ കണ്ട പഫ് സ്ലീവ് ഒരു ചെറിയ 2 സ്ലീവിൻ്റെ അവിടെ പഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു പട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പട്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട ആ ഡിസൈൻ അവിടെ അങ്ങനെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടാത്തൊരു കളറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.